ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫിഷ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഫിഷ് കട്ട്ലറ്റ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ദശ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നോമ്പ് തുറക്കി ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ദശ കട്ടിയുള്ള മീൻ വേണമെങ്കിലും എടുക്കാം. അയല എടുക്കാം, ചൂര എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2-3 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. എരിവ് കൂടിയതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 240 ml ഗ്ലാസ്സാണ്. മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനിലുള്ള വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. വെള്ളം മൊത്തം വറ്റി വരണം. അപ്പോഴത്തേക്കും മീനും വെന്ത് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വറ്റിച്ചെടുക്കുക. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ഇളക്കി കളയാം. അപ്പോൾ നിങ്ങൾ ഫിഷ് ഫില്ലറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ മുള്ളൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചില മീനിനൊക്കെ നല്ല കട്ടിയുള്ള തോലായിരിക്കും. അത് വേണമെങ്കിൽ ഇതുപോലെ ഇളക്കി കളയാം കേട്ടോ. ഇപ്പോൾ ഇതാ മുള്ളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞു കിട്ടണം. ഇപ്പം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നേക്കാൾ എളുപ്പമാണിത്, അരഞ്ഞും പോകില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് സവാള ഒന്ന് നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കിയതിന് ശേഷം എരിവ് നോക്കുക, കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അങ്ങനെ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പ് കൂടിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. കുഴച്ചതിന് ശേഷം കൈ ഒന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കയ്യിൽ വീണ്ടും ഒട്ടിപ്പിടിക്കും. എണ്ണയൊന്നും തേക്കണ്ട, അല്ലാതെ തന്നെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. റൗണ്ടായിട്ടോ റോളായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം ഐയുടെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ഒരു ഭാഗം ഇതുപോലെ കൂർപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഓരോന്നായിട്ട് മുട്ടയിലോട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുക. മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം.
മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കരുത്. എന്നാലും നമ്മുടെ കയ്യിലുള്ള മുട്ടയും കൂടെ ബ്രെഡ് ക്രംസിലോട്ട് വീഴും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് ആയി വരണം. ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. 1 മാസം വരെ കേടുകൂടാതിരിക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള ബാഗിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ വെച്ചാൽ മതി. വറുക്കുന്നതിന് മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലായിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാം. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കട്ട്ലറ്റ് ഇടുമ്പോൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, പതുക്കെ ഇട്ട് കൊടുക്കുക, എണ്ണ തെറിക്കരുത്. താഴെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റുക. ഈ കളർ ആയാൽ മതി, കരിഞ്ഞു പോകരുത്. അപ്പോൾ അടുത്ത ഇടുന്നതിന് മുന്നേ ബ്രെഡ് ക്രംസ് കൂടുതലും എല്ലാം കരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ കോരി മാറ്റാം കേട്ടോ. അതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സവാളയും തക്കാളിയൊക്കെ വിളമ്പാം കേട്ടോ. സോസും മയണൈസൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുറച്ച് ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. മീൻ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇഫ്താറിനും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.